നമസ്കാരം. നമ്മൾ അടുത്തായി നോക്കുന്നത് ചാപ്റ്റർ 4ലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് തിയറാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത് ആവശ്യമായിട്ട് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അതിനകത്ത് പറയുന്നത് എക്സ് ഒരു ബനാങ് സ്പേസും എക്സ് ഒരു നോർമൽ സ്പേസും വൈ ഒരു ബനാങ് സ്പേസും ആണെങ്കിൽ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള എല്ലാ ബൗണ്ടഡ് ലീനിയർ മാപ്പുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതും ബനാങ് സ്പേസ് ആയിരിക്കും എന്നാണ്. ഓക്കെ, അതായത് കോഡൊമൈൻ സ്പേസ് ബനാങ് ആണെങ്കിൽ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള എല്ലാ ലീനിയർ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ബനാങ് സ്പേസ് ആയിരിക്കും. ഓക്കെ, അതിനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡ്യുവൽ സ്പേസ് ഒക്കെ എന്തായിരിക്കും? ബനാങ് ആയിരിക്കും. കാരണം സ്പേസ് എക്സ് ബനാങ് ആണെങ്കിലും അല്ലെങ്കിലും കോംപ്ലക്സ് നമ്പർ സിസ്റ്റമും റിയൽ സിസ്റ്റവും ബനാങ് സ്പേസുകളാണ് വിത്ത് റെസ്പെക്ട് ടു യൂഷ്വൽ നോർമൽ. അങ്ങനെ ആകുമ്പോൾ എക്സിൽ നിന്ന് കെയിലേക്കുള്ള എല്ലാ ലീനിയർ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബനാങ് സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് ചില പ്രോപ്പർട്ടീസാണ് നമുക്കുള്ളത്. ഇഫ് എ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എക്സ് വൈ ദെൻ എ ഈസ് കണ്ടിന്യൂസ്. ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. അത് ബൗണ്ടഡ് ലീനിയർ മാപ്പിൻ്റെ ചില പ്രോപ്പർട്ടീസ് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കണ്ടിന്യൂസ് ആയിരിക്കും, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും, ബൗണ്ടഡ് സെറ്റ്സ് മാപ്സ് ഇൻറ്റു ബൗണ്ടഡ് സെറ്റ്സ് ആയിരിക്കും. പിന്നെ അതിൽ നാലാമത്തെന്ന് പറയുന്നതാണ് ആക്ച്വൽ കണ്ടീഷൻ അല്ലേ. നോം ഓഫ് എ ഓഫ് എക്സ് എസ് ആർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് ഫോർ ആൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു എ സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആൽഫ. ഓക്കെ, അതുപോലെ തന്നെ എ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എ ഇൻവേഴ്സ് ഓഫ് സിംഗിൾട്ടൺ 0 ക്ലോസ്ഡ് ആയിരിക്കും. അതായത് കേർണൽ ക്ലോസ്ഡ് ആയിരിക്കും. കേർണൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് എക്സ് ബൈ കേർ എ എന്ന് പറയുന്നത് ഒരു കോഷ്യൻ സ്പേസ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദി കോഷ്യൻ നോം. ഇനി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫണ്ടമെൻ്റൽ ഹോമോമോസം തിയറം നിങ്ങൾ ഗ്രൂപ്പ് തിയറി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജി ബൈ കേർ ഫൈ ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് ജി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ആ കാര്യം നമുക്ക് പറയാൻ പറ്റും. അതാണ് ആറാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യുവൽ സ്പേസ് നമുക്ക് ബനാങ്കാന്ന് ഈ തൊട്ട് മുകളിലെ 4.1.1 വെച്ച് കിട്ടുന്നു. അതുപോലെ തന്നെയാണ് രണ്ട് ബനാങ് എക്സും വൈയും സെറ്റും ബനാങ് സ്പേസ് ആണ്. എ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എക്സ് വൈ ആൻഡ് ബി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വൈ സെറ്റ്. ദെൻ ബി എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പോസിഷനാണ്. അത് എൽ ഓഫ് എക്സ് സെറ്റിലെ മെമ്പർ ആയിരിക്കും. ഇനി എയും ബിയും ബൗണ്ടഡ് ലീനിയർ ആണെങ്കിൽ ബി എയും ബൗണ്ടഡ് ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എ ബി ഡിഫൈൻഡ് ആവണമെന്നില്ല, കാരണം അവിടെ കോമ്പോസിഷൻ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ബി എയുടെ നോം എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ. അത് നമുക്ക് ഡയറക്റ്റ് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബൗണ്ടഡ് ലീനിയർ മാപ്പിൻ്റെ നോം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സുപ്നോമാണ്. സുപ്രീം ഓവർ നോം എക്സ് ഇസ് ഈക്വൽ ടു നോം എ ഓഫ് എക്സ് എന്ന രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നോം എ ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് നോം എക്സ്. നോം എ ഈക്വൽ ടു സുപ്രീം ഓവർ നോം എക്സ് ഇസ് ഈക്വൽ ടു നോം എ ഓഫ് എക്സ്. ഇനി ഇതേ നോം എക്സിനെ ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് നോം എക്സ് ഈക്വൽ, അതിവിടെ എഴുതിയിട്ടില്ല, പ്രത്യേകം നോട്ട് ചെയ്യാൻ നിങ്ങൾ. നോം എക്സ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓവർ നോം എ ഈക്വൽ ടു 1 നോം എ ഓഫ് എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കേസിൽ ശ്രദ്ധിക്കേണ്ടത് എയുടെ നോമിനെ എക്സിൻ്റെ നോം ഉപയോഗിച്ചും അതുപോലെ എക്സിൻ്റെ നോമിനെ എയുടെ നോം, എ എന്ന് പറഞ്ഞാൽ ഒരു എ ആയിരിക്കില്ല അവിടെ ഉപയോഗിക്കുക, അത്തരത്തിലുള്ള എയുടെ കളക്ഷൻ. നോം എ ഡിഫൈൻ ചെയ്യാൻ എക്സുകളുടെ കളക്ഷൻ, യൂണിറ്റ് സ്പിയറിൽ വരുന്ന എക്സുകളുടെ കളക്ഷൻ എടുക്കുന്നു. ഇനി നോം എക്സ് ഡിഫൈൻ ചെയ്യാൻ യൂണിറ്റ് സ്പിയറിൽ വരുന്ന എകളുടെ കളക്ഷൻ. എ എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, അത് എൽ ഓഫ് എക്സ് വൈയിലെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നോം എ ഈക്വൽ ടു 1 കിട്ടുന്ന എല്ലാ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നോം എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നോം എക്സ് ഈക്വൽ ടു സുപ്രീമം ഓവർ നോം എ ഈക്വൽ ടു 1 നോം എ ഓഫ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക ഇവിടെ. ഓക്കെ, ഇനി ഡ്യുവൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ എന്താണ് ഡ്യുവൽ ഓപ്പറേറ്റർ, എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. Let us given a operator A from x to y. Okay, bounded linear operator ആണ്. and phi element of y star. Y star is the dual space. So phi is a linear functional y to k. y നിന്ന് k ലേക്കുള്ള ഒരു ലീനിയർ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എ എക്സിൽ നിന്ന് വൈയിലേക്കും ഫൈ വൈയിൽ നിന്ന് കെയിലേക്കുമാണെങ്കിൽ നമുക്ക് ഫൈ കോമ്പോസിഷൻ എ, അതായത് എ എക്സിൽ നിന്ന് വൈയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എ ഓഫ് എക്സ് വൈയിലെ മെമ്പറാണ്. അപ്പോൾ ഫൈ ഓഫ് എ ഓഫ് എക്സ് എന്ന് പറയുന്നത് കെയിലെ മെമ്പറാണ്. ഓക്കെ, അപ്പോൾ ഫൈ കോമ്പോസിഷൻ എ എന്ന് വിളിക്കുന്നത് എക്സിൽ നിന്ന് കെയിലേക്കുള്ള ഒരു മാപ്പാണ്. എക്സിൽ നിന്ന് കെയിലേക്കുള്ള മാപ്പായിരിക്കും. എയും ഫൈയും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഫൈ കോമ്പോസിഷൻ എയും കണ്ടിന്യൂസ് ആയിരിക്കും. ഫൈയും എയും ലീനിയർ ആയതുകൊണ്ട് ഫൈ കോമ്പോസിഷൻ എ ലീനിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഫൈ കോമ്പോസിഷൻ എ ഈസ് എ ലീനിയർ ഫംഗ്ഷണൽ ഫ്രം എക്സ് ടു കെ, കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഷുഡ് ബി എ മെമ്പർ ഓഫ് ദി ഡ്യുവൽ ഓഫ് എക്സ്. ദാറ്റ് മീൻസ് എഫ് ഈസ് എലമെൻറ്റ് ഓഫ് എക്സ് സ്റ്റാർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ കോമ്പോസിഷൻ എ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ മോഡ് എഫ് ഓഫ് എക്സിനെ നമുക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു ആൽഫ. അപ്പോൾ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്തിരിക്കുകയാണ് ആ ബ്രാക്കറ്റിൽ ചെയ്തിരിക്കുന്നത്. അത് ഫൈയും എയും കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്തിട്ടാണ്
എഫിൻ്റെ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യുന്നത്. കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഗെയിൻ കണ്ടിന്യൂസ് എന്ന കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ നാലാമത്തെ കണ്ടീഷൻ മോഡ് എഫ് ഓഫ് ഐ സസാനുള്ള ആൽഫ ഇൻറ്റു നോം എക്സ് കിട്ടാൻ വേണ്ടി എയുടെയും ഫൈയുടെയും കണ്ടീഷൻസ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡ്യുവൽ ഓപ്പറേറ്ററിനെ കുറിച്ച് പറയാൻ പോവാണ്. ഡ്യുവൽ ഓപ്പറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എ ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ എ സ്റ്റാർ ഫ്രം വൈ സ്റ്റാർ ടു എക്സ് സ്റ്റാർ. വൈ സ്റ്റാർ ആൻഡ് എക്സ് സ്റ്റാർ ആർ ദ ഡ്യുവൽ സ്പേസ് ഓഫ് വൈ ആൻഡ് എക്സ് റെസ്പെക്റ്റീവ്ലി. ആൻഡ് എ സ്റ്റാർ ഓഫ് ഫൈ, ഫൈ ഈസ് എ മെമ്പർ ഓഫ് വൈ സ്റ്റാർ ആണ്. എ സ്റ്റാർ ഓഫ് ഫൈ ക്യാൻ ബി റിട്ടേൺ ആസ് എ എഫ് വെൻ എവർ എഫ് ഈസ് ഈക്വൽ ടു ഫൈ കോമ്പോസിഷൻ എ. എഫിൻ്റെ വില ഫൈ കോമ്പോസിഷൻ എ എന്നാണെങ്കിൽ എ സ്റ്റാർ ഫൈ ക്യാൻ ബി റിട്ടേൺ ആസ് എഫ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. അതിനർത്ഥം എ സ്റ്റാർ ഫൈ ഈക്വൽ ടു ഫൈ കോമ്പോസിഷൻ എ. കോമ്പോസിഷനാണ് ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം കോമ്പോസിഷനാണെന്ന് ഓർക്കുക. ഇനി എ സ്റ്റാറിനും ഡ്യുവൽ ഓപ്പറേറ്ററിനാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അപ്പോൾ എ കണ്ടിന്യൂസ് ബൗണ്ടറി ലീനിയർ ആണെങ്കിൽ എ സ്റ്റാറും കണ്ടിന്യൂസ് ബൗണ്ടറി ലീനിയർ മാപ്പ് ആയിരിക്കും. ബൗണ്ടറി ലീനിയർ മാപ്പ് ആയിരിക്കും, കണ്ടിന്യൂറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എ സ്റ്റാർ ബൗണ്ടറി ലീനിയർ ആണ്. എ ബൗണ്ടറി ലീനിയർ ആയതുകൊണ്ട് ഇനി എക്കും എ സ്റ്റാറിനും ഒരേ നോം തന്നെയാണ്. ഈ എ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ ചിലപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ട് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എന്നുള്ളൊരു കൺസെപ്റ്റില്ലേ, ഏകദേശം അതുപോലുള്ളത് തന്നെയാണ്. പ്രത്യേകം ഓർക്കുക. ഓക്കെ, റിയൽ കേസിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യും നമുക്ക്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ രണ്ട് നോമും ഈക്വൽ ആവുമെന്ന് നോക്കാം. നോം എ ഈക്വൽ ടു ബൈ അവർ ഡെഫിനിഷൻ സുപ്രീം ഓവർ നോം എക്സ് ഇസ് ഈക്വൽ ടു 1 നോം എ ഓഫ് എക്സ്. നോം എ ഓഫ് എക്സ് താഴെ വൈ എഴുതിയിട്ടുണ്ട്, ബിക്കോസ് എ ഓഫ് എക്സ് ഇസ് എ മെമ്പർ ഓഫ് വൈ ആയതുകൊണ്ടാണ്. ഇനി ഞാൻ നോം എ ഓഫ് എക്സിനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. നോം എ ഓഫ് എക്സിനെ, അതായത് എ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെമ്പർ സ്മോൾ വൈ ആണെങ്കിൽ വൈ എ ഇൻ ടേംസ് ഓഫ് ലീനിയർ ഫങ്ഷണൽസ്, വൈയിൽ നിന്ന് കെയിലേക്കുള്ള ലീനിയർ ഫങ്ഷണൽസ് വെച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ തൊട്ട് മുകളിൽ പറഞ്ഞു. അതുപോലെ തന്നെ നോം എ ഓഫ് എക്സിനെ, എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം വൈ എന്ന് മനസ്സിൽ വിചാരിക്കുക. വൈയിലെ മെമ്പറാണ് ഫൈ ഫ്രം വൈ ടു കെ ആണ്. ആൻഡ് ഫൈ ഈസ് കണ്ടിന്യൂസ് ലീനിയർ. ദെൻ നോം ഓഫ് വൈ, നോം വൈ എന്ന് ഉദ്ദേശിച്ചത് നോം എ ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ എസ് ഇൻ ടേംസ് ഓഫ് സുപ്രീം ഓവർ നോം ഫൈ ഈക്വൽ ടു 1 മോഡ് ഫൈ ഓഫ് എ ഓഫ് എക്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. പക്ഷേ ഇത് രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു, സുപ്രീം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ അതാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം ഓവർ നോം ഫൈ ഈക്വൽ ടു 1, സുപ്രീം ഓവർ നോം എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി ഫൈ ഓഫ് എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എ സ്റ്റാർ ഫൈ ഓഫ് എക്സും സെയിം ആണെന്ന് പറഞ്ഞു, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എ സ്റ്റാർ ഫൈ ഓഫ് എക്സ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നോം എ സ്റ്റാർ ഫൈ ആണെന്ന് അറിയാം. അത് നോമിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സുപ്രീം ഓവർ നോം ഫൈ ഇസ് ഈക്വൽ ടു 1 നോം എ സ്റ്റാർ ഫൈ ഓഫ് എക്സ്. അപ്പോൾ ഇത് വീണ്ടും ഫൈ എന്ന് പറയുന്ന ഒരു എക്സ് പോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അത് നോം എ സ്റ്റാർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വരുന്നു. അപ്പോൾ ഇത് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് നോം എ സ്റ്റാർ ഈക്വൽ ടു നോം എ എന്ന് പറയുന്നത്, വേറെ എ സ്റ്റാർ ഈസ് എ ഡ്യുവൽ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി ഇവിടെ ഡ്യുവൽ ഓപ്പറേറ്റർ എയും ബിയും അല്ലെങ്കിൽ ബൗണ്ടറി ലീനിയർ ഫംഗ്ഷനിലാണ്. ബി എ പോസിബിൾ ആണെങ്കിൽ ബി എയുടെ ഡ്യുവൽ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ. അത് നിങ്ങളുടെ ട്രാൻസ്പോസ് എടുക്കുന്ന ആ മെത്തഡോളജി പോലെ തന്നെയായിരിക്കും. അപ്പോൾ ബി എ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വൈസ് എൽ ഓഫ് എക്സ് സെറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ബി എ ഹോൾ സ്റ്റാർ എന്ന് പറയുന്നത് മെമ്പർ ഓഫ് സെറ്റ് സ്റ്റാർ എൽ ഓഫ് സെറ്റ് സ്റ്റാർ എക്സ് സ്റ്റാർ ആയിരിക്കും. ഓക്കെ, അത് ഓർക്കുക. ഇനി നമ്മൾ ഹിൽബർട്ട് സ്പേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ പണ്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്നുള്ള പേര് പഠിച്ചിട്ടുണ്ടാവും. ഈ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് ഒരു യൂണിക് ഓപ്പറേറ്റർ ആയിരിക്കും. എ ഫ്രം H1 to H2, H1 and H2 are two Hilbert spaces, and A from H1 to H2 is a bounded linear map. Then the adjoint is defined by Hilbert space ആയതുകൊണ്ട് അവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇന്നർ പ്രൊഡക്റ്റ് Ax with Y equal to inner product X with A star Y. X is the member of H1 and Y is member of H2. അതിപ്പോൾ H1ഉം H2ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ എക്സും വൈയും എലമെൻറ്റ് ഓഫ് H1 എന്നോ അല്ലെങ്കിൽ H2 എന്നോ പറയാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കാര്യം, അതിനകത്ത് ഒരു ചെറിയ എറർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എക്സ് വൈ, എ സ്റ്റാർ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വൈ സ്റ്റാർ എക്സ് സ്റ്റാർ, ദെൻ ദ ഡ്യുവൽ ഓപ്പറേറ്റർ. ഇങ്ങനെ ഇന്ന പ്രൊഡക്റ്റ്, അങ്ങനെ ഇന്ന പ്രൊഡക്റ്റ് ഡ്യുവൽ ഓപ്പറേറ്റർ പറ്റണമെന്നില്ല. കാരണം ഡ്യുവൽ ഒക്കെ എന്ന കൺസെപ്റ്റ് ബനാക് സ്പേസിലാണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. അത് ഹിൽബർട്ട് സ്പേസിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക. ഒരു എക്സാമ്പിൾ ടി ഫ്രം R2 to R2 ആണ്. അങ്ങനെയാണെങ്കിൽ R2ൻ്റെ ഡ്യുവലിൻ്റെ ഡയമെൻഷനും 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡ്യുവൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എൽ ഓഫ് R2 സ്റ്റാർ ടു R2 സ്റ്റാർ. പക്ഷേ R2 സ്റ്റാറും R2ഉം ഐസോമോർഫിക് ആയിരിക്കും, സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഡ്യുവലും ഇത് തന്നെയായിരിക്കും ഐഡൻറ്റി. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പോസ് അറിയാം, ഐഡൻറ്റിറ്റിയോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസോ അത് തന്നെയായിരിക്കും. ആ കൺസെപ്റ്റാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകം ഓർക്കുക. ഇതാണ് അതിനകത്ത് പറയാനുള്ളത്. ഇനി അടുത്തത്, ഇപ്പോൾ ഐ ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആണെങ്കിൽ ഐയുടെ ഡ്യുവലും
അതും എന്തായിരിക്കും ഐസോമോർഫിക് ആയിരിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈക്വൽ എന്ന് പറയില്ല, ഇവിടെ ഐസോമോർഫിക് എന്ന വാക്ക് ഉപയോഗിക്കുക. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ട്. കാരണം ഐ ഫ്രം എക്സ് ടു എക്സ് ആണ്, ഐ സ്റ്റാർ ഫ്രം എക്സ് സ്റ്റാർ ടു എക്സ് സ്റ്റാർ ആണ്. പക്ഷേ എക്സ് സ്റ്റാറും എക്സും ഐസോമോർഫിക്കായി പോകും എന്നുള്ളത് ഒരു സത്യമാണ്. നോക്കാം. ഓക്കെ, ഇനി അതിന് എന്ത് സംഭവിക്കും നോക്കാം. നമുക്കറിയാം ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് ലാംഡ ഇൻറ്റു ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് ലാംഡ എക്സ് വിത്ത് വൈ ആക്കാം. പക്ഷേ എക്സിന് ഐ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് ലാംഡ ഐ എക്സ് വിത്ത് വൈ എന്ന് എഴുതാം. ഇനി അത് അതിൻ്റെ അഡ്ജോയിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുമ്പോൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് ലാംഡ ഐ ഹോൾ സ്റ്റാർ ഓഫ് വൈ എന്ന് എഴുതാം. അത് അഡ്ജോയിൻറ്റിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും, പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ ലാംഡ ഐ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റിലേക്ക് വരും. കാരണം ലാംഡ ഐ സ്റ്റാർ എന്ന് പറയുന്നത് കോൺജുഗേറ്റിന് തുല്യമായിരിക്കും. കാരണം ഈ ഐ പുറത്തെടുത്തിട്ട് റൈറ്റിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടുക ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് ലാംഡ കോൺജുഗേറ്റ് വൈ എന്നാണ് കിട്ടുക LHSൽ. പക്ഷേ RHSൽ കിട്ടിയിരിക്കുന്ന എക്സ് വിത്ത് ലാംഡ ഐ ഹോൾ സ്റ്റാർ വൈ. അപ്പോൾ ലാംഡ ഐയുടെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഐ ആണെന്ന് ഓർക്കണം. ഓക്കെ, അതും ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. ആദ്യത്തെ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രൂവ് ദാറ്റ് ലാംഡ ഐ സ്റ്റാർ അത് അഡ്ജോയിൻ്റ് ഓഫ് ദി ലാംഡ ഐ ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഐയും ചോദിച്ചേക്കാം. അത് വളരെ സിമ്പിളായിട്ട് പ്രൂഫാണ്, മിക്കവാറും ചോദിക്കില്ല. ഓക്കെ, ഇനിയിപ്പോൾ അതിനകത്ത് എക്സസൈസ് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ലാംഡ എയുടെ സ്പെക്ട്രത്തിലുണ്ടെങ്കിൽ ലാംഡ കോൺജുഗേറ്റ് എ സ്റ്റാറുടെ സ്പെക്ട്രത്തിലുണ്ടാവും. പക്ഷേ അത് പ്രത്യേകം ഓർക്കുക, ലാംഡ എലമെൻറ്റ് ഓഫ് സിഗ്മ ഓഫ് എ ആണെങ്കിൽ ലാംഡ കോൺജുഗേറ്റ് എലമെൻറ്റ് ഓഫ് സിഗ്മ ഓഫ് എ സ്റ്റാർ ആയിരിക്കും. പക്ഷേ ലാംഡ എയുടെ ഐഗൺ വാല്യൂ ആണെന്ന് വിചാരിച്ച് ലാംഡ കോൺജുഗേറ്റ് എ സ്റ്റാറിൻ്റെ ഐഗൺ വാല്യൂ ആവണമെന്നില്ല. ഐഗൺ വാല്യൂ പറഞ്ഞാൽ സിഗ്മ പി ഓഫ് എ എലമെൻ്റ് ആണ്, ആവണം നിർബന്ധമില്ല. പക്ഷെ അല്ലെങ്കിൽ അത് അതിൻ്റെ റെസിഡ്യൂ സ്പെക്ട്രത്തിലുണ്ടാവും. അതായത് ലാംഡ എലമെൻറ്റ് ഓഫ് സിഗ്മ ഓഫ് പി ഓഫ് എ ആൻഡ് ലാംഡ കോൺജുഗേറ്റ് നോട്ട് എ മെമ്പർ ഓഫ് ദി ഐഗൺ വാല്യൂ ഓഫ് എ സ്റ്റാർ, ദെൻ ദിസ് ലാംഡ കോൺജുഗേറ്റ് മസ്റ്റ് ബി ഇൻ ദി റെസിഡ്യൂ സ്പെക്ട്രം ഓഫ് എ സ്റ്റാർ. അതാണ് ആ എക്സസൈസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം ഓർക്കുക, ഈ ലാംഡയുടെ കേസൊക്കെ ഇത് റിയൽ മെട്രിക്സസുകളിലാണ്, ഓവർ ആറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ലാംഡ എയുടെ ഐഗൺ വാല്യൂ ആണെങ്കിൽ ലാംഡ കോൺജുഗേറ്റ് എ സ്റ്റാറിൻ്റെ ഐഗൺ വാല്യൂ ആയിരിക്കും റിയൽ കേസ്. പക്ഷേ കോംപ്ലക്സ് കേസിൽ അങ്ങനെ വരണം നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോംപ്ലക്സ് മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാം. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്താൽ മതിയായിരിക്കും. മെട്രിക്സിൻ്റെ കേസിൽ കാണുക വെച്ചാൽ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്താൽ മതി എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്ത് അതിൻ്റെ ഐഗൺ വാല്യൂം കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോംപ്ലക്സ് കേസിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഫൈനൈറ്റ് ഡയമെൻഷനിൽ ഉണ്ടാവും. കാരണം ഫൈനൈറ്റ് ഡയമെൻഷനിൽ നമുക്ക് ഐഗൺ സ്പെക്ട്രം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഫൈനൈറ്റ് മെട്രിക്സ് എടുത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണില്ല കേട്ടോ. അതായത് ലാംഡ ഫൈനൈറ്റ് ഡയമെൻഷൻ കേസിൽ എടുക്കുമ്പോൾ എയുടെ ഐഗൺ വാല്യൂ ആണെങ്കിൽ കോൺജുഗേറ്റ് എ സ്റ്റാറിൻ്റെ ഐഗൺ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിസൾട്ടാണ് ഇഫ് എ എലമെൻറ്റ് ഓഫ് എക്സ് വൈ ദെൻ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇമേജ് എ പർബ് എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി അത് അനിഹിലേറ്റർ എന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. ഇമേജ് എ അനിഹിലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എയിലെ എലമെൻറ്റുകളെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ലീനിയർ ഫങ്ഷണൽസ്. ഇമേജ് എ ഫ്രം എക്സ് ടു വൈ ആണ്. അപ്പോൾ ഇമേജ് എ ആരിലെ മെമ്പറാണ്? വൈയിലെ മെമ്പറാണ്. ഇമേജ് എ ഈസ് എ മെമ്പർ ഓഫ് വൈ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം, ഇമേജ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ. അപ്പോൾ ഇമേജ് എ അനിഹിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എയിലുള്ള മെമ്പേഴ്സിനെ സീറോയിലേക്ക് കൊണ്ടുപോകുന്ന വൈഡ് ഡ്യുവലിലുള്ള ലീനിയർ ഫങ്ഷണൽസ്. അതായത് ഇമേജ് എ അനിഹിലേറ്റർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് എലമെൻറ്റ് ഓഫ് വൈ സ്റ്റാർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 ഫോർ എവരി വൈ എലമെൻറ്റ് ഓഫ് ഇമേജ് എ. പക്ഷേ വൈ എലമെൻറ്റ് ഓഫ് ഇമേജ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ ഫോം സമയം എ ഓഫ് എക്സ് എന്ന ഫോമിലായിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നോ അല്ലെങ്കിൽ ഫൈ ഓഫ് എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, എഫ് എന്ന് തന്നെ പേര് കൊടുക്കണമെന്നില്ല, ഫൈ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അതുപോലെ കേർ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ സ്റ്റാറിൻ്റെ ഡ്യൂൽ, എ സ്റ്റാർ ഫ്രം വൈ സ്റ്റാർ ടു എക്സ് സ്റ്റാർ ആണ്. അപ്പോൾ അതിൻ്റെ കേർണലാണെന്ന് പറയുന്നത്. അതുപോലെ ഇമേജ് എ സ്റ്റാർ താഴെയാണ് പർബ് എന്ന നൊട്ടേഷൻ കൊടുത്തത്. ഈ താഴെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ സ്പേസിലേന്നാണ്. ഇപ്പോൾ ഇമേജ് എ സ്റ്റാർ ഫ്രം വൈ സ്റ്റാർ ടു എക്സ് സ്റ്റാർ. അപ്പോൾ ഇമേജ് എ സ്റ്റാർ ഈസ് എ സബ്സെറ്റ് ഓഫ് ആരായിരിക്കും? എക്സ് സ്റ്റാർ ആയിരിക്കും അല്ല. ഇമേജ് എ സ്റ്റാർ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അനിഹിലേറ്റർ പറഞ്ഞ അർത്ഥം എന്താണ്? ആ മെമ്പേഴ്സിനെ പൂജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ലീനിയർ ഫങ്ഷണൽ ഓഫ് ഓൺ എക്സ് സ്റ്റാർ. ലീനിയർ ഫങ്ഷണൽ ഓൺ എക്സ് സ്റ്റാർ പറഞ്ഞാൽ ഡബിൾ ഡ്യുവലിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇമേജ് എ സ്റ്റാർ അനിഹിലേറ്റർ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ഡബിൾ സ്റ്റാർ ആണ്. ഓക്കെ, അതുപോലെ കേർ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്.
അപ്പോൾ കേർ എ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റും ഇമേജ് എ സ്റ്റാർ അനിഹിലേറ്റർ എന്ന് പറയുന്നത് എക്സ് ഡബിൾ സ്റ്റാറിൻ്റെ അനിഹിലേറ്ററുമാണ്. പക്ഷേ ഇത് ബനാങ് സ്പേസുകളുടെ കേസിൽ ഇത് രണ്ടും സെയിം ആയിരിക്കും. അത് ശരി, അല്ലെങ്കിൽ ഐസോമോർഫിക് ആയിരിക്കും. എക്സും എക്സ് ഡബിൾ സ്റ്റാർ ഡ്യൂവൽ ഓഫ് ദ ഡ്യൂവൽ സെയിം ആണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ കേർ എ എന്ന് പറയുന്നത് ഇമേജ് എ സ്റ്റാർ അനിഹിലേറ്ററും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ അനിഹിലേറ്റർ നൊട്ടേഷൻ നിങ്ങളുടെ ഓർത്തോഗണൽ എന്നുള്ള കൺസെപ്റ്റൊക്കെ തന്നെയാണെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. താങ്ക് യു.